പ്രവാസലോകത്തെ വാർത്തകൾ. ബ്രസീൽ ഉൾപ്പെടെ 8 രാജ്യങ്ങൾക്ക് മേൽ പുതിയ വ്യാപാര തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രസീലിന് 50% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീലിന് പുറമെ അൾജീരിയ, ബ്രൂണൈ, ഇറാഖ്, ലിബിയ, മോൾഡോവ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് അയച്ച വ്യാപാര തീരുവ സംബന്ധിച്ച കത്തുകൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. അൾജീരിയ, ഇറാഖ്, ലിബിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് 30%, ബ്രൂണൈ, മോൾഡോവ എന്നിവയ്ക്ക് 25%, ഫിലിപ്പീൻസിന് 20% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ബ്രസീലിയൻ ഇറക്കുമതിക്ക് ചുമത്തിയിരിക്കുന്ന 50% തീരുവ ഉൾപ്പെടെ എല്ലാ പുതിയ താരിഫുകളും ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ബ്രസീലിന് മേലുള്ള ട്രംപിന്റെ ഉയർന്ന തീരുവ പ്രഖ്യാപനം രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ജയർ ബോൾസോനാരോയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികൾക്കുള്ള പ്രതികാരമാണെന്നാണ് റിപ്പോർട്ട്. കൂടാതെ ബ്രസീലിന് ഏർപ്പെടുത്തിയിരിക്കുന്ന 50% താരിഫ് എല്ലാ മേഖലാ താരിഫുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നും റിപ്പോർട്ടുണ്ട്. ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ബ്രസീലിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ 10% നിരക്കിൽ നിന്നുള്ള വൻതോതിലുള്ള വർധനവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ട്രംപ് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത്. 2031 UAE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫെഡറൽ ഗവൺമെന്റ് സ്ട്രാറ്റജിക് പ്ലാൻ ആരംഭിച്ചു. ഇതുവഴി നടപടിക്രമങ്ങൾ ലളിതമാക്കാനും സർക്കാരിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും. 2026 ജനുവരി മുതൽ നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ക്യാബിനറ്റ് മിനിസ്റ്റീരിയൽ ഡെവലപ്മെന്റ് കൌൺസിൽ ഫെഡറൽ സ്ഥാപനങ്ങളുടെയും സർക്കാർ കമ്പനികളുടെയും ഡയറക്ടർ ബോർഡുകളിൽ ഉപദേശക അംഗമായിരിക്കും. കൂടാതെ കിൻഡർഗാർട്ടൻ തലം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ഒന്നുമാണ് UAE. വ്യവസായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് UAE വിവിധ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാറുണ്ട്. തടസ്സമില്ലാത്ത സേവന വിതരണത്തിന് സഹായിക്കുകയും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് വേഗത്തിൽ സേവനങ്ങൾ എത്തിക്കാനാണ് UAE ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ഇത് സഹായിക്കുന്നു. UAE ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം. നിയമങ്ങൾ AI ഉപയോഗിച്ച് രൂപീകരിക്കുമ്പോൾ അത് പൗരന്മാരിലും താമസക്കാരിലും എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ വേണ്ടി വലിയ തോതിലുള്ള ഡാറ്റ ശേഖരിക്കാൻ UAE തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ഇന്ത്യയും കുവൈറ്റും ധാരണയായി. കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇരു രാജ്യങ്ങളും കൈമാറും. കുവൈറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റും ഇന്ത്യയുടെ ആന്റി മണി ലോണ്ടറിംഗ് ബ്യൂറോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുക, തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യാ വികസനം, രാജ്യങ്ങൾക്കിടയിലെ സഹകരണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ധാരണകൾ. കള്ളപ്പണം വെളുപ്പിക്കലും കുറ്റകൃത്യങ്ങളും തടയുകയാണ് ലക്ഷ്യം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നടപടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിലും ഇനി ഗൂഗിൾ പേ, ഗൂഗിൾ വാലറ്റ് സംവിധാനങ്ങൾ ലഭിക്കും. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായി പണമിടപാട് നടത്താം. സുഹാർ ഇന്റർനാഷണൽ ബാങ്കാണ് ഉപഭോക്താക്കൾക്ക് GPay സേവനം ലഭ്യമാക്കുന്നത്. കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ സ്വീകരിക്കുന്നിടങ്ങളിൽ ഗൂഗിൾ പേ സംവിധാനം ഉപയോഗപ്പെടുത്താം. GPay പിന്തുണയ്ക്കുന്ന വെബ്സൈറ്റുകളിലൂടെയും ആപ്പുകളിലൂടെയും വാങ്ങലുകൾ നടത്താനാകും. സുഹൃത്തുക്കൾക്ക് പണം അയക്കാനോ സേവനങ്ങൾക്ക് പണം അടയ്ക്കാനോ സാധിക്കില്ല. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ വഴി സുരക്ഷിതമായും വേഗത്തിലും പണമിടപാട് നടത്താം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൂലൈ 7 മുതൽ നിർത്തിവെച്ച സലാം എയർ മസ്കറ്റ് കോഴിക്കോട് സർവീസ് ജൂലൈ 12 മുതൽ പുനരാരംഭിക്കും. യാത്രക്കാർ കുറഞ്ഞതിനാലും എയർക്രാഫ്റ്റ് ലഭ്യമല്ലാത്തതിനാലുമാണ് സർവീസ് നിർത്തിവെച്ചിരുന്നത്. സർവീസ് വീണ്ടും തുടങ്ങുന്നത് മലയാളി പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും.